അപ്പോൾ ഗൈസ് എന്തുണ്ട് വിശേഷം? ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഇതാ ഒരു തുണി പൊതിഞ്ഞ് വെച്ചതാണ്. എന്താ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണമാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. മിന്നുവിൻ്റെ ഒരു ഷാളിലാണ് ഞങ്ങൾ പൊതിഞ്ഞ് വെച്ചത്. എന്താ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ആ ഉപകരണം എന്ന് പറയുന്നത്. ഇത് പൊതിഞ്ഞ് വെച്ച തുണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുത്തിയ ഒരു ഇട്ട് നരച്ച ഒരു ഷോള്. എന്തായിട്ടും ഒരു പിടുത്തം ആയിരിക്കും കിട്ടരുതേ എന്നുള്ള ഒരു ഇതേ ഞങ്ങൾക്ക് ഉള്ളൂ. ഇതെന്തായിരിക്കും നിങ്ങൾ പറ? ഇവൾക്ക് ഉണ്ടല്ലോ എന്താ പറയാ, ഓരോന്നിങ്ങനെ മായ്പിക്കണം. എന്താ അലഞ്ഞിട്ട് കിട്ടിയതാ ഇത്. ഇവിടെ മൊത്തം അലഞ്ഞിട്ട് ഏടെ ഈ സാധനം കിട്ടാനില്ല. മൂവാറ്റുപുഴ തലകുത്തി മറിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. എനിക്കിത് വല്ലതും അറിയോ? എനിക്കങ്ങ് പറഞ്ഞാൽ പോരെ. ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും മായത്തലെന്ന് വിചാരിച്ചിട്ട് ഇവളത് മുതലെടുക്കാണ് കേട്ടോ. അനാവശ്യമായിട്ടുള്ള എന്താ ഇത് ആവശ്യമുണ്ടോ? ആവശ്യമില്ല, ഒന്നും ഉണ്ടാക്കായിട്ടോ ഇത് ഉപയോഗിച്ചിട്ടോ? ഇൻഷാ അല്ലാ എന്നാ ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. എന്താ എന്തെന്നാ ഉണ്ടാക്കുന്നേ? എന്നാ പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ആക്കിയല്ലേ? ഓപ്പൺ ആക്കാനായില്ല. പിന്നെ ഞാൻ പറയുന്ന ഓരോന്നോരോന്ന് ചെയ്ത് വയ്യേക്ക് എന്തെന്നാ ചെയ്യണ്ടേ? എത്തുമ്പോ ഇതാക്കാനും ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി അടിച്ചാൽ അതിന് അടിച്ചു വരുന്ന ഇതും തമ്മിൽ എന്നാ ബന്ധം? ആഹാ, ഞാൻ പേരും പറഞ്ഞിട്ട് അടിച്ചു വാരി ക്ലീൻ ആക്കിയാലല്ലേ ഒന്ന് റെഡി നോക്കാം. അതിനെന്നാ വേണ്ടിയെന്ന് പറഞ്ഞ് അതാ എടുക്കട്ടെ. നൈസ് കൂടി ഇവിടെ എല്ലാവരും അടിച്ചു വാരി ഞാൻ തന്നെയാണല്ലോ. ഇനി വലിയ ആളല്ലേ നീന്റെ പറ. ആദ്യങ്ങളുണ്ടല്ലോ കേബേജ് എന്നിട്ട് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി ആദ്യം കൊണ്ടുവരുവേ. കേബേജ് എടുത്തേക്കേ. ഇതിന്റെ കുറച്ച് തോല് പോക്കി കളണ്ടേ മുകളിന്ന്? എനിക്ക് കഞ്ഞിട്ട് വെള്ളം എടുത്താലോ? ഓ ചെമ്പിൽ അങ്ങനെ തന്നെ ഉണ്ട്. കുറച്ച് വയ്യോ? എന്താ ചെറിയ വാട്ട മതി? അയില്ല. ഓക്കെ, ഇങ്ങനെ കഞ്ഞിൻ്റെ വെള്ളം എല്ലാം കുടിച്ച് റെസ്റ്റ് എടുക്കുക. ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ എന്നാന്ന് അറിയാൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഇതൊന്ന് കാണിച്ചിട്ട് വേണം അവർക്ക് വീഡിയോ ഓഫാക്കി അങ്ങ് പോവേ. അതാ ഒരു ഉദ്ദേശം. എന്ത് ഈ എന്തെന്നാ നോക്കിയിട്ട് വേണം അവർക്ക് വേറെ വീഡിയോ കാണാൻ. നമ്മളെ കണ്ടിങ്ങനെ ഇരിക്കുക. ഇതെന്നാ ചെയ്യേണ്ടി? ചെറുതായിട്ട് മുറിച്ചിടുവാനാ? മുറിച്ചിടുക. രണ്ടതളും കൂടി അങ്ങ് മുറിച്ചു കഴിഞ്ഞാലോ കേബേജിന്റെ? ശേഷം അങ്ങ് പോട്ടല്ലേ? അങ്ങനെ പോക്കാവോ? ഉണ്ട്. എന്താ മായങ്ങളുണ്ട് അങ്ങ് പോയിക്കോട്ടെ വെച്ചിട്ടാ? പിന്നെ എന്താ അങ്ങ് പോക്കുന്നേ? കേബേജ് അങ്ങ് കയറുന്നു പോയിപ്പോ. പോക്കി പോക്കി തിരുമ്പുവാനാണ് ഇട്ട് വന്നതേനു. ഇങ്ങനെ മതിയോ? ഇനി ചെറുതാക്കണോ? എന്നാ പിന്നെ കൈ കൊണ്ട് അങ്ങ് മുറിച്ചിട്ടാ പോരെ? അപ്പൊ ഗൈസ് ഈ മിഷ്യൻ എന്ന് പറഞ്ഞാല് ഞാളിനി അധികം വൈകിക്കുന്നില്ല. ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കേബേജ് അങ്ങ് ഇട്ടാല് ഉപ്പേരിയായി വരുന്ന ഒരു മിഷ്യനാണ് കേട്ടോ ഇത്. എന്താ അല്ലേ? അതെ. അപ്പൊ ഇടുവാനായോ? ഇതാ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മിന്നു ആണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അവളെ തന്നെ ഏൽപ്പിച്ച. എന്നാലിതാ കർത്ത മാറ്റിക്കോ. എഴുന്നേക്ക്, ഒരു റെസ്പെക്ട് വേണ്ടേ? ഞാനാ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ഷാളിന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് അപ്പോഴേ തോന്നിക്ക് ഷാള് കൊണ്ട് മൂടുമ്പോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അൺബോക്സിങ് ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതാ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനൊരു എളുപ്പ വഴിയാണ് കേട്ടോ. കകണോ? കകിയിട്ടല്ലേനോ വെച്ചേ? ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് അങ്ങിട്ടാൽ മതി. എന്നിട്ട് മൂടി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ നല്ല സ്വാദിഷ്ടമായ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും അല്ലേ? അങ്ങനല്ലേ?
മൂടി വെച്ചോക്ക്. ആ ആയിക്കോട്ടെ, അങ്ങനെ മൂടിയൊക്കെ തന്നെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിപ്പോൾ അരിയാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. പിന്നെ ഈലിട്ടിട്ട് ഇതും കൂടിയും കകേണ്ട അവസ്ഥയാണ്. അല്ലേ തന്നെ ഇവിടെ കകുവാനായിട്ട്. പെണ്ണുങ്ങൾ ആദ്യം തുടങ്ങിയല്ലോ. എന്ത് ഒരു 5 മിനിറ്റ് പണിയേ ഉള്ളൂ ഇതൊന്ന് മുറിച്ചിടുക. ഇനിയിപ്പോൾ ഈ മിഷീൻ്റെ അകത്തിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. മിഷീനും കകണോ ഇതും കകണം എന്നിട്ട് മനുഷ്യനും കടങ്ങ. പെണ്ണുങ്ങൾ അങ്ങനെ അറിയാം. ആ കേട്ടോ, ഇതിഞ്ഞ് ഇഞ്ച കൈ കൊണ്ടായിക്കോട്ടെ. നിങ്ങൾ ഇത് വെച്ചോ? ഓ ഇങ്ങനാണോ? അങ്ങോട്ടോക്ക് അങ്ങോട്ട് ഇട്. വരുന്നത് വെച്ച് കാണാം. എത്ര നിറച്ചങ്ങിട്ടോ. നിറച്ചുവിട്ടാ അങ്ങനെ ആവൂല. കുറച്ച് നേരം പോക്കണ്ടാവും. വേം വേം പരിപാടി ചെയ്യട്ടെ. അല്ല നിറച്ചുവിട്ടാവൂല കേട്ടോ. കുറച്ചുകൂടി തേശയുണ്ട്. കുറച്ചുകൂടി അതങ്ങ് അമ്മറട്ടെ. ആ കുത്തി ഇറക്കുന്നില്ല, അത്രേ കിട്ടിയുള്ളൂ ഗൈസ്. അപ്പോൾ ഇതിന് വേഗം മൂടി വെക്കുക. വേഗം പരിപാടി നോക്കണം. കാരണം ഇതും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നേരം ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കറണ്ട് വേണ്ട, ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് കൈ കൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാം. എന്നാൽ തുടങ്ങിക്കോളെ. കഞ്ഞി കുടിച്ചോ? ആദ്യം വെള്ളം കുടിച്ചോ, കുറച്ച് എനർജി വെക്കട്ടെ. അതിനെ എനിക്ക് തന്നെ. ആ കമോൺ. ഇവിടെ ലോക്കൈനോ? അത് ലോക്കാൻ. ഇതിങ്ങനെ മെല്ലെ തൊട്ടാവില്ല, നല്ല ശക്തിയിലാക്കണം. ഞാൻ വിചാരിച്ച് നല്ല സുഖാന്നോ. അടക്കെ ഇട്ട ലേശം കൂടി പോയിക്കോ. അതിനിപ്പോ ഞാനാക്കിട്ട് ഇത് പൊളിഞ്ഞു പോയിട്ട് കുറച്ചുകൂടി ചെറുങ്ങനെ ആക്കേണ്ടത്. ചെറിയ പീസാക്കിക്കളാണോ? എന്നാ പിന്നെ ഇതിന്റെ ആവശ്യം അല്ല. നമ്മളൊരു ഉള്ളി ഇല്ലേ, ഒരു ഉള്ളി 4 പീസാക്കുന്ന വലിപ്പമാണ്. ഇതാക്കലുണ്ടോ? ഈ കരണ്ടിന്റെ ഫുള്ള് അല്ലടാക്കല്ലേ. നോക്കൂലേ എത്ര ആയിട്ട് നോക്കണം ആദ്യം. സുഖല്ല എടുത്തറിയാലേ. അപ്പോൾ സ്വാദിഷ്ടമായ കേബേജ് ഇതാ റെഡി ആയിരിക്കാണ്. കുറച്ചുകൂടി ഒന്ന് അറിയാനുണ്ട്. നോക്കട്ടെ. ഉണ്ടോ? ഇല്ല. ഒറ്റ ഒന്നോടല്ലേ ഒറ്റ നോക്ക. അല്ലതായി പോണ്ട. ഒറ്റ ഒന്നും ഉണ്ടാക്കില്ല. ആന്നൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇനി പറഞ്ഞിട്ടാണ് ഇത് നോക്കി വാങ്ങിയാണല്ലേ. അതെ അതെ. ഈ നമ്മളെ വീഡിയോ കാണുന്ന പോലെ കേട്ടോ കടയിലുള്ള. സെറ്റാക്കി ഹോട്ടൽ. ഇതില് എന്തൊക്കെ ആക്കാം? ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമല്ലേ? ആ പാത്രം അന്നില്ല അല്ലെ, മാറ്റിന്റെ പാത്രം അത് നമ്മൾ വാങ്ങണം അല്ലേ? എന്താ ചെയ്യാ? ശരിക്കും ഇങ്ങനത്തെ മെഷീനൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ടല്ലോ, വേറൊരു പണി ഉണ്ടാകരുത്. എല്ലാം അങ്ങ് കഴിഞ്ഞേക്കണം. ഇത് ഇതിലൊന്ന് ഇടുക, പിന്നെ കുഴക്കം വേറൊരാള് ഉണ്ടാക്കാൻ പറയും. എല്ലാം നായിങ്ങി വരണം മിഷീൻ. അത് വേണ്ട, ഞാൻ ഒന്ന് എടുത്ത് തന്നോളൂ. എത്ര പറഞ്ഞിട്ട് വേണമെന്നില്ല. രണ്ട് വീഡിയോ എടുത്ത് നൈസിൽ ഓളം നോക്കി. ഇത് നമ്മക്ക് പറഞ്ഞ പണിയല്ല, സംഭവം കിടില്ല. ഇത്ര ഇതാക്കി. പക്ഷെ ഓരോന്ന് ലേശം ഇടുക, ഇതിൽ നൈലേക്ക് മാറ്റുക. അത് നമുക്ക് കാര്യമാവില്ല. പെണ്ണുങ്ങൾക്കേ നടക്കും, ആക്കത്തിലാക്കുക. അപ്പോൾ നാട്ടുകാരെല്ലാം വാങ്ങിക്കട്ടെ. ഇത് ഇനിയിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആൾ തരുകയും ചെയ്യാം. ഇതാ ഒന്നുമില്ല. അല്ല, സെക്കൻഡ് ഹാൻഡ് ആർക്കെങ്കിലും ഇത് വേണം ഇവിടെ വന്നാൽ മതിയില്ല. അധികം ഉപയോഗിച്ചില്ല കേട്ടോ. സംഭവം നല്ലതാ, മെനക്കേട്. ഇങ്ങനെ ചെറുതാക്കി മുറിച്ചു തന്നു. എന്നിട്ട്
അതോള ആവശ്യത്തിനാണ്, നമുക്ക് നടക്കൂല. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വലിച്ച വേറെ കൊടുക്കുക ചെയ്യുക ആണുങ്ങൾ. ലേശം എടുത്ത് ഇങ്ങനെ ആക്കത്തിരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്തേ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇത് പല ഉപകാരങ്ങളുണ്ട് കേട്ടോ. എത്ര പഴടാ? ഒറ്റ ഒന്നോ? ചെങ്കതളിയാ? ഏത് ഏത് ഏതല്ലാന്ന്? മൈസൂരും ബാംഗ്ലൂരും ഒന്നല്ല, ഇത് ബുറായിക്കാൻ്റെ കണ്ടത്തുനിന്ന് പറിച്ച നാടനാ. എന്താ എന്താ മോളെ ഇനി ഇവക്ക് ചായ വേണോന്ന് വെച്ചിട്ട് ചായ വേണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ പഴവും പിന്നെന്തെന്നാ അവില് ലേശം ഇടുവാനാ? വേറെ അവില് ലാസ്റ്റ് ഇടുക? ആ പാല് വേണല്ലേ? മെഞ്ഞാന്ന് വാങ്ങിയ ഒരു പേക്ക് പാലുണ്ട് ഇവിടെ. അതിന്റെ മുമ്പിലത്താ ആ കുറച്ച് ഹോർലിക്സിന്റെ പൊടി ഇവിടെ ഉണ്ട് അതില്, ബൂസ്റ്റ് അത് വേണ്ട. ചിക്കു ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് അത് ചിന്തിക്കണ്ട. അപ്പോൾ ഗൈസ് നാട്ടിൽ നിന്ന് ഒരു കൊണ്ടുത്തന്ന അവിലാണ് കേട്ടോ അത്. അപ്പോൾ അവരെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ജ്യൂസ് അടിക്കുകയാണ്. കുറച്ച് ലേശം അവിലെടുത്തിയിലിട്ടേക്ക്. അവിൽ മിൽക്ക് മേക്കറാണ് ഞാനൊരു പ്രൊഫഷണൽ. നാട്ടിൽ ഏതായാലും ജ്യൂസ് കിടക്കാറായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഒഴിവ്. ഞാൻ അവിടെ വരും, അവിൽ മിൽക്കും അടിച്ചിങ്ങ് പോരും. 2000 റുപ്യ ശമ്പളം. എന്താ ആളായിരിക്കും, ആള് കൂടും, തിരക്ക് കച്ചവടം കൂടും. അതാ എന്താ ഇത് എന്താ പറഞ്ഞ എന്തോ ഇതുകൊണ്ട് ഇത് ഇടുവാനാന്നില്ല. എന്താ ആ എന്നിട്ട് വെള്ളം മിക്സ് ആക്കി തരട്ടെ ഇത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇത് ഇടട്ടെ, പിന്നെ ബൂസ്റ്റ് പൊടി വേണോ? ഇങ്ങനല്ലേ വേണ്ടെന്നൊക്കെ പറഞ്ഞേ. ആ രണ്ടാക്കൂടി ഒന്നും വേണ്ട, ഞാൻ പഞ്ചാര കുറച്ച് ദിവസത്തേക്ക് എന്താ ഒഴിവാക്കിയതാ. അങ്ങനെയല്ല കാര്യത്തിലോ. എവിടുന്ന് വരുവേ? ആ മിണ്ടാണ്ട് നിൽക്ക്, തടി കുറക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി സ്വീകരിക്കണം. ആ മിണ്ടാണ്ട് എടുത്തിരുന്ന ആളെ. ഇപ്പോൾ ഗൈസ് ബൂസ്റ്റ് കിട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഓണസദ്യ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റെഡിയാടാ ഓണസദ്യ കിട്ടുക. അഞ്ചൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് സദ്യ ബുക്ക് ചെയ്യണം. അവള് ഓണസദ്യ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊന്ന് ഇട്ട് നോക്കി, ആരെങ്കിലും ഓണസദ്യ ഉണ്ടാക്കുന്നതൊക്കെ കൊണ്ടുത്തരുന്നു. ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഇനിയും സമയമുണ്ട് കേട്ടോ. നേച്ചുറലായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കൊണ്ടുത്തരാം. ഓക്കെ, എന്തായാലും അവിടെ ചെന്ന് നോക്കട്ടെ. റിയാസ്ക കൊണ്ടുപോകാണ് അഞ്ചൽപ്പെട്ടിയിലേക്ക്, ഉണ്ട് എന്നല്ല പറഞ്ഞിട്ട്, എന്താണെന്ന് അറിയാല്ല. നീ പാടുന്ന് കിട്ടിയില്ലെങ്കിൽ റിയാസ്കാനെ പഞ്ഞിക്കിടലായിരിക്കും. ഇവിടെയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യാൻ വന്നത്. ശ്രീഭദ്ര കേറ്റേഴ്സ് ആൻഡ് എവൻസ്. 2 വണ്ടിയൊക്കെ ഉണ്ട്. ഓ റിയാസ്ക ഹെവി സെറ്റപ്പ് അല്ലേ. ആ അപ്പോൾ ഫ്രണ്ട്സ് ശ്രീഭദ്ര കേറ്റേഴ്സ് കേട്ടോ, സെറ്റപ്പാണ് ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഒക്കെ എടുക്കട്ടെ ഇവലെ. ഇപ്പം നല്ല സ്വാദിഷ്ടമായ ഹോർലിക്സ് ഇതാ തയ്യാറായിരിക്കുകയാണ്. എനിക്കിത് മാത്രം മൈന്ന് ഇനി പറയുന്നേ, വേറെ ഒന്നും വേണ്ട. നേരം വെളുക്കിപ്പിക്കണ്ട മോളെ. ആ മൈ ഞാൻ നാട്ടിലുള്ള ആരോടെങ്കിലും വരുവാൻ പറയാം, ഞാൻ പെണ്ണുങ്ങളോട്. ഞാൻ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് പിടിക്കായിട്ടായിരിക്കും ഇനി തിന്നാത്ത മോ ഫിയട്ടെ ഇപ്പം തൂത്തോവേനു. ഇതാ ആ അപ്പോൾ ഇതിന് കോപ്പ പറയാനാ അരിക്കണോ? ഇത് അരിക്കൂ അല്ല ശരിക്കും അരിക്കലുണ്ടോ? അരിച്ചു കൊടുക്കൂ. ആ എന്നാ നമ്മക്കൊന്ന് അരിക്കാം. എന്താ ഇനിയൊരു കുറഞ്ഞോളാറ്റാ. ആ അരിങ്ങോട്ടാ. ഇവിടെ ആരും വരുന്നില്ല ആളെ, നമുക്കാരും ഇല്ലാതെ.
നല്ല സദ്യ ഉണ്ടാക്കുവാനാ നമുക്ക് പൈസ വേണം കൊടുക്കാൻ. നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും അല്ലേ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൈസ എത്ര തരൂ നോക്കോല്. പൈസ എത്ര കൊടുക്കുക? 250 ഉറുപ്പ്യ ചായ. അപ്പം ഗൈസ് അപ്പോൾ ഞാൻ പിന്നെ ഓണസദ്യ ബുക്ക് ചെയ്ത് കേട്ടോ. ശ്രീവിദ്യ എന്നാ എൻ്റെ പേര്, കാറ്ററിങ്. അടിപൊളി സ്ഥാപനം കേട്ടോ അത്. എത്ര വലിയ അവിടെ കഴിക്കുവാനില്ല, ഓല ഉണ്ടാക്കി സപ്ലൈ ചെയ്യുള്ളൂ. ഹോട്ടലല്ല, ഹോട്ടൽ അവിടെ ഉണ്ട്. അഞ്ചൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര വലിയ കാറ്ററിങ് ആവല്. ഓല് പറഞ്ഞ പിന്നെ ഓണത്തിൻ്റെ അന്ന് ആണെങ്കിൽ പൈസ കൂടുതലായിരിക്കും. കാരണം അത്രയും ഓർഡർ ഉണ്ടാവും. കാരണം അവിടെ ഒരു പറഞ്ഞ വെച്ചാൽ ഒരു പായസം വാങ്ങാൻ പറ്റുന്ന പോലും കാർ എടുത്താൽ വരിക. അപ്പോൾ അവിടെ നിൽക്കുക സ്ഥലം ഉണ്ടാവില്ല, അത്രയും തിരക്കും ബ്ലോക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ 2-3 ചോറ് തരുമോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നാളെയോ മറ്റന്നാളോ ഓർഡർ കൊടുത്താൽ ഒരു കുറച്ച് റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അന്നത്തെ അത്ര റേറ്റ് ഉണ്ടാവില്ല. എന്നാലും സദ്യക്ക് പൈസ ഉണ്ട്. നാട്ടിലും ഇല്ല പൈസ. നാട്ടിൽ 250-300 ഇല്ലേ. ആ പക്ഷെ ആടത്തെ പോലെ ഇവിടെ 20 കൂട്ടം ഐറ്റവും പായസവും എല്ലാം ഉണ്ടാവും. ഫേമസ് ആ ഇവിടെ 20 കൂട്ടം ഐറ്റം. ഇവിടെ ഭയങ്കര ഫേമസ്, അടിപൊളി പിടുത്തം വിട്ട ഫുഡാന്നല്ല പറഞ്ഞേ. പൈസ നോക്കണ്ട, ഒരു മോഹ വിലയായിരിക്കും. എന്തായാലും വാങ്ങി തിന്ന നമുക്ക് അല്ലേ. എത്ര ആഗ്രഹമുള്ളതാണല്ലോ. പോലും നമ്മളെ വീഡിയോ ഒക്കെ കാണലുണ്ട്. അത് ആടെ ഒരു കല്യാണ വീഡിയോ എടുത്തീനല്ലോ, അതുപോലെ കണ്ടീനു എന്ന് പറഞ്ഞിക്ക്. അല്ലാണ്ടുള്ളതല്ല, കല്യാണത്തിൻ്റെ ആ ഏരിയയിൽ ഒരു മോളെ കല്യാണ വീഡിയോ എടുത്തീനു. അങ്ങനെ നിങ്ങളെ അന്ന് അതൊക്കെ പറഞ്ഞപ്പോൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞേനു. പാത്രം അതുപോലെ പാർസൽ തരുമോ എന്നാ തിന്നിക്കില്ല. പാത്രത്തിൻ്റെ തിന്നിക്കില്ല. ഒരു പാർസൽ കൊടുക്കുമായിരിക്കും. എന്നാൽ അത് നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം.